ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ അറ്റോമിക് സ്ട്രക്ചറിലെ തന്നെ ആറ്റം മോഡൽസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കെമിസ്ട്രിയിൽ ആറ്റം മോഡൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഹൈസ്കൂൾ ലെവൽ മുതൽ നമ്മൾ ആറ്റം മോഡൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈവൻ +1 വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആറ്റം മോഡൽസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആറ്റം മോഡൽസിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ചിട്ട് ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത് ആരാണ്? നമ്മുടെ ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആറ്റത്തിനെ കുറിച്ചിട്ട് ആദ്യമായിട്ടൊരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മോഡലിനെ നമ്മൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി, അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു തിയറി, ആറ്റത്തിനെ കുറിച്ച് പറയുന്ന ആ തിയറിയെ നമ്മൾ വിളിച്ചത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഈ തിയറി കൊണ്ടുവന്നത് 1803 ഈ തിയറി എന്ത് ചെയ്തത്? അദ്ദേഹം പ്രപ്പോസ് ചെയ്തത്. ശേഷം ഇത് നിലവിൽ വന്ന എപ്പോഴാണ്? 1807, 1808 ഈ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ആദ്യം ആറ്റം എന്ന് പറയുന്നൊരു വാക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ മീനിങ്, ഈ വാക്ക് എവിടെ നിന്ന് വന്നു? ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള അറ്റോമോസ് എന്ന് പറയുന്ന, ഏതാണ്? അറ്റോമോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ആറ്റം എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടുവന്നത്. എന്താണ് ഈ അറ്റോമോസിൻ്റെ മീനിങ്? അറ്റോമോസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ എന്നാണ്. എന്താണ്? ഇൻഡിവിസിബിൾ. അപ്പോൾ ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന അറ്റോമോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ആറ്റം എന്ന് പറഞ്ഞ വേർഡ് എന്ത് ചെയ്തത്? ഡിറൈവ് ചെയ്തു വന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്? എലമെൻറ്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റംസ്. ആറ്റംസ് എന്ന് പറയുന്ന ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ് നമ്മുടെ എലമെൻറ്റ്സ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ആരാണ് എലമെൻറ്റ്സ്? ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് എ മാറ്റർ, അല്ലേ? മാറ്ററിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ആയിട്ടുള്ള ആളാണ് നമ്മുടെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആരുകൊണ്ടാണ്? ആറ്റംസ് കൊണ്ടാണ്. നെക്സ്റ്റ് പോയിന്റ്, ഓൾ ആറ്റംസ് ഓഫ് എ ഗിവൺ എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ. അപ്പോൾ നമ്മൾ ഒരു ഹൈഡ്രജൻ്റെ എലമെൻറ്റിനെ എടുത്തു. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ എലമെൻറ്റിനെ എടുത്താൽ ഈ ഹൈഡ്രജനകത്തുള്ള ഓരോ ആറ്റങ്ങളും എന്തായിരിക്കും? ഹൈഡ്രജൻ എലമെൻറ്റിനകത്തുള്ള എല്ലാ ആറ്റങ്ങളും ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. എന്നാൽ നമ്മൾ ഹൈഡ്രജനും കൂടെ ഒരു ഓക്സിജനെയും കൂടെ എടുത്തു. ഹൈഡ്രജനെ എടുത്തു, ഇപ്പുറത്ത് കുറച്ച് ഓക്സിജൻ എടുത്തു. ഈ ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയും ആര് കാണിക്കത്തില്ല? ഓക്സിജൻ്റെ ആറ്റം കാണിക്കത്തില്ല. അപ്പോൾ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഷോ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. ആറ്റം ഓഫ് സെയിം എലമെൻറ്റ് ഷോ സെയിം പ്രോപ്പർട്ടി അല്ലെങ്കിൽ സിമിലർ പ്രോപ്പർട്ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് അതാണ് നമ്മൾ പറയുന്നത്. ആറ്റം ഓഫ് എ ഗിവൺ എലമെൻറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം ദോസ് ഓഫ് എനി അതർ എലമെൻറ്റ്. ബാക്കിയുള്ള എലമെൻറ്റിനെ അപേക്ഷിച്ച് അതെന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ആറ്റം ആർ ഇൻഡിവിസിബിൾ. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഏതാണ്? ആറ്റം ഇൻഡിവിസിബിൾ ആണെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ആറ്റത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഭജിക്കാൻ പറ്റില്ല. ആറ്റം വിഭജിക്കാൻ പറ്റാത്ത ഏറ്റവും ചെറുതായിട്ടുള്ള, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഒരു എലമെൻറ്റിൽ ഒരു പാർട്ടാണെന്നാണ് ആര് പറഞ്ഞത്? ഡാൾട്ടന് പറഞ്ഞത്. ഓക്കെ, ഇനി അപ്പോൾ വിഭജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലേ? അതിനുശേഷം ആര്? നമ്മുടെ തോംസൺ. ആരാണ്? നമ്മുടെ ജെ തോംസൺ എന്ത് ചെയ്തു? നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിളിനെ കണ്ടുപിടിച്ചു. ഏത് എക്സ്പെരിമെൻ്റ് വഴി? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴി. ഏതാണ്? കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴി അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ജെ തോംസൺ, അതാണ് ജെ തോംസൺ എന്ത് ചെയ്തു? നമ്മുടെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ആറ്റത്തിനകത്ത് എന്തുണ്ട്? കുറച്ച് പാർട്ടിക്കിളൊക്കെ ഉണ്ട്. ആറ്റം വിഭജിക്കാൻ കഴിയാത്ത ആളല്ല. ആറ്റത്തിനെ നമുക്ക് വിഭജിക്കാം. ആറ്റത്തിനകത്ത് കുറച്ച് സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഉണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വഴി. എക്സ്പെരിമെൻ്റ് ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അതിൽ ജെ തോംസൺ ആണ് അങ്ങനെ എന്തിനെ കണ്ടുപിടിച്ചത്? ഇലക്ട്രോണിനെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. അതിനുശേഷം ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട്, നമ്മുടെ ഗോൾഡ്സ്റ്റീൻ ആണ് എക്സ്പെരിമെൻറ്റിനെ മോഡിഫൈ ചെയ്തെങ്കിലും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വേണ്ടത് എന്താണ്? റൂദർഫോർഡ്. ആരാണ്? റൂദർഫോർഡ് ആണ് ആരെ കണ്ടുപിടിച്ചത്? നമ്മുടെ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത്. ആരാണ്? റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ്. ഓക്കെ, അപ്പോൾ റൂദർഫോർഡ് ആരെ കണ്ടുപിടിച്ചു? നമ്മുടെ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു. അങ്ങനെ റൂദർഫോർഡ് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചു. ഗോൾഡ്സ്റ്റീൻ ആണ് ആ എക്സ്പെരിമെൻ്റ് ഒന്ന് മോഡിഫൈ ചെയ്തത്. ശേഷം നമ്മുടെ മൂന്നാമത്തെ ആളാണ് ആര്? നമ്മുടെ ന്യൂട്രോൺ. ഈ ന്യൂട്രോണിനെ ആര് കണ്ടുപിടിച്ചു?
ജെയിംസ് ചാഡ്വിക്. ആരാണ്? ജെയിംസ് ചാഡ്വിക് നമ്മുടെ ന്യൂട്രോണിനെയും കണ്ടുപിടിച്ചു. ഇനി ഇവരുടെ ആ ഒരു റിലേറ്റീവ് ചാർജും കൂടെ ഓർത്തിരിക്കുക. ഇലക്ട്രോണിന് എപ്പോഴും നെഗറ്റീവ് ചാർജ് ആയിരിക്കും, പ്രോട്ടോണിന് എപ്പോഴും പോസിറ്റീവ് ചാർജാണ്, ന്യൂട്രോണിന് 0 ചാർജാണ്. ഇനി ഇത് അവരുടെ അബ്സല്യൂട്ട് ചാർജും ഇത് അവരുടെ മാസുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വേണം. അപ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് റൂദർഫോർഡ്, ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ചാഡ്വിക് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളും ഇലക്ട്രോണിനെ ജെ തോംസൺ, ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണാറുള്ളതാണ്. അപ്പോൾ ആദ്യം ഡാൾട്ടൺ അറ്റോമിക് തിയറി കൊണ്ടുവന്നു, അതിനകത്ത് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ശേഷം എന്ത് ചെയ്തു? നമ്മുടെ ജെ തോംസൺ അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് റേ, കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വഴി ഇലക്ട്രോണിനെ കണ്ടെത്തി. ശേഷം റൂദർഫോർഡ് പ്രോട്ടോണിനെ കണ്ടെത്തി. ദെൻ ചാഡ്വിക് ആരെ കണ്ടെത്തി? ന്യൂട്രോണിനെയും കണ്ടെത്തി. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ മോഡലിലേക്ക് പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ മോഡലാണ് തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇലക്ട്രോൺ കണ്ടുപിടിച്ച നമ്മുടെ ജെ തോംസൺ തന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വകയായിട്ട് എന്ത് ചെയ്തു? ഒരു ആറ്റം മോഡൽ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ഈ മോഡൽ നമുക്ക് എല്ലാം വളരെ എളുപ്പമാണ്, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഏതാണ്? ഈ മോഡലാണ് നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ റസിൻ പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ. അല്ലേ, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് വാട്ടർ മെലൺ മോഡൽ. അപ്പോൾ ഈ വാട്ടർ മെലൺ മോഡൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ ജെ തോംസൺ ആണ് ഈ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ മോഡലിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നമ്മുടെ വാട്ടർ മെലണിനകത്തുള്ള ആ ഒരു ഫ്ലഷ് ഇല്ലേ, ആ ഒരു റെഡ് കളർ ഫ്ലഷ്, അതാണ് നമ്മുടെ ഈ ഉള്ളിലുള്ള ആ സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലഷ് എല്ലാം റെഡ് കളറിലാണെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള സ്ഫിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു റെഡ് കളർ ഫ്ലഷിനെ നമ്മൾ എന്താണ്? പോസിറ്റീവ് സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള സീഡ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ സീഡ്, അവിടെ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ എംബഡഡ് ചെയ്തിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ വെച്ചിരിക്കുന്ന നമ്മുടെ ഈ സീഡ് ഉണ്ടല്ലോ, ഈ സീഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോണിനെ കറസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ജെ തോംസൻ്റെ മോഡലിനകത്ത് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മോഡൽ, ഇപ്പോൾ ഈ മോഡൽ അനുസരിച്ച് ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയർ ആണ്, ഇൻ വിച്ച് ദ ഇലക്ട്രോൺസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് ദ സീഡ്സ് ഓഫ് എ വാട്ടർമെലൺ. അപ്പോൾ നമ്മുടെ വാട്ടർമെലനകത്ത് സീഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പോലെ ഒരു പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സ്ഫിയറിനകത്തേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്തിരിക്കുക? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മുടെ തോംസൻ്റെ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആറ്റം എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഇട്ട് സ്പിയർ ആണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ആ ഒരു വാട്ടർമെലനകത്തുള്ള ആ ഒരു ഫ്ലഷ്, നമ്മൾ കഴിക്കുന്ന ആ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ, ആ ഫ്ലഷ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്പിയർ ആണ്. ഇതിനകത്ത് അവിടെ ഇവിടെ എംബഡഡ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് കളറായിട്ടുള്ള ആ ഒരു സീഡ്, അത് ആരെയാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ്. അപ്പോൾ എന്താണ്? യൂണിഫോം ആയിട്ട് ഈ പോസിറ്റീവ് സ്പിയറിനകത്ത് അവിടെ ഇവിടെ എന്ത് ചെയ്തിരിക്കുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നാണ് ആര് പറഞ്ഞത്? തോംസൺ പറഞ്ഞത്. ശേഷം ദ മാസ് ഓഫ് ദ ആറ്റം ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ആറ്റം. അപ്പോൾ ആറ്റത്തിനകത്ത് നമ്മൾ പറഞ്ഞു, ഈ കാണുന്ന ആ സ്ഫിയർ മുഴുവൻ ആറ്റത്തിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ തോംസൺ പറഞ്ഞത്. അതുപോലെ തന്നെ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ എന്തുകൊണ്ട്? നെഗറ്റീവ് ചാർജും ഈ ആറ്റത്തിനകത്തുണ്ട്. അപ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? അപ്പോൾ 10 പോസിറ്റീവ് ആണുള്ളതെങ്കിൽ എത്രയും തന്നെ കാണും? 10 നെഗറ്റീവും അവിടെ കാണും. അപ്പോൾ ആറ്റം നെറ്റ് ചാർജ് എന്തായിരിക്കും? 10 പോസിറ്റീവ് 10 നെഗറ്റീവ്. നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് നമുക്ക് പറയാം. ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ തോംസൻ്റെ ആറ്റം മോഡൽ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്, ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് സ്പിയർ ആണ്. ഈ സ്പിയറിനകത്ത് ഇലക്ട്രോൺസ് അവിടെ ഇവിടെയൊക്കെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക, ലൈക്ക് എ വാട്ടർമെലൺ ഓർ എ പ്ലം പുഡിംഗ്. നമ്മുടെ ഒരു പുഡിങ്ങിനകത്ത് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മുന്തിരി ഇങ്ങനെ വെതറിയിട്ടേക്കും അല്ലേ? അപ്പോൾ ആ വെതറിയിട്ടേക്കുന്നത് പോലെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്പിയറിൽ അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ വെതറിയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ്റെ മാത്രം വെയിറ്റ് ആണോ? അല്ല, ആ ഫുൾ വെയിറ്റും അതിനകത്ത് ടോട്ടലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ മാസും നമ്മുടെ ആ ഒരു ഫുൾ സർക്കിളിൽ എന്ത് ചെയ്തിരിക്കുക? ആ ഫുൾ സ്ഫിയറിൽ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക എന്നാണ് ആര് പറഞ്ഞത്? തോംസൺ പറഞ്ഞത്. ശേഷം എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ്, ദാറ്റ് ഈസ് പോസിറ്റീവ് കറസ്പോണ്ട് ടു ന്യൂട്രോൺ ആണ്,
പോസിറ്റീവ് കറസ്പോണ്ട് ടു പ്രോട്ടോൺ ആണ്, നെഗറ്റീവ് കറസ്പോണ്ട് ടു ഇലക്ട്രോൺ ആണ്. അപ്പോൾ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജും അവിടെ ഉണ്ടാവും. സോ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ജെ തോംസൺ പറഞ്ഞത്. പക്ഷേ എന്ത് പറ്റി? നമുക്ക് കുറേയധികം ലിമിറ്റേഷൻ ഇദ്ദേഹത്തിനുണ്ടായി അല്ലേ? അപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെക്കുറിച്ചൊന്നും ആർക്ക് പറയാൻ പറ്റിയില്ല. ആറ്റം എങ്ങനെയാണ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്തുണ്ടായിരുന്നു? കുറേ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കറക്റ്റായിട്ട് എന്താ? ആറ്റം സ്ഫിയർ ആണ് അല്ലേ? ആറ്റത്തിൻ്റെ ഷേപ്പ് സ്ഫിയർ ആണ്. അതിപ്പോഴും നമ്മൾ സ്ഫിയർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഈ 2 പോയിന്റും ജെ തോംസൺ പറഞ്ഞത് കറക്റ്റായിരുന്നു. ബാക്കി പോയിന്റ്സിനകത്തൊക്കെ എന്തുണ്ട്? കറക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഒരു മോഡലിനെ നമ്മൾ റിജക്റ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആറ്റം മോഡൽ എന്ന് പറയുന്നത്. ആരാണ്? നമ്മുടെ ജെ തോംസൺ കൊണ്ടുവന്ന ആറ്റം മോഡലാണ്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ ഇന്ന് ആറ്റം മോഡലിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യത്തെ ഡാൾട്ടൻ്റെ അറ്റോമിക് മോഡൽ കൊണ്ടുവന്നു. അപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡായിട്ടുള്ള അറ്റോമോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. 1808 നിലവിൽ വന്നത്. അപ്പോൾ അതിനകത്ത് ആറ്റം ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. ശേഷം ജെ തോംസൻ്റെ ഏത് മോഡല്? ജെ തോംസൻ്റെ കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് വഴി ഇലക്ട്രോണിനെ കണ്ടെത്തി. ശേഷമോ നമ്മുടെ റൂദർഫോർഡ് പ്രോട്ടോണിനെ കണ്ടെത്തി. അതുപോലെ ചാഡ്വിക്ക് ന്യൂട്രോണിനെയും കണ്ടെത്തി ആണേ. അപ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് ചാർജും കൂടെ ഓർത്തിരിക്കുക. ഇത് അബ്സല്യൂട്ട് ചാർജാണ്, കറക്റ്റ്. അത് നമുക്ക് പ്രോബ്ലത്തിലൊക്കെ മതി, കുറച്ച് ഹയർ ആയിട്ടുള്ള പ്രോബ്ലത്തിനൊക്കെ വേണ്ടിയിട്ട് മാത്രം നമുക്കിത് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ജെ തോംസൻ്റെ മോഡലിലേക്ക് വന്നു അല്ലേ? ജെ തോംസൻ്റെ മോഡലാണ് പ്ലം പുഡിംഗ്, റസൻ പുഡിംഗ് ഓർ വാട്ടർമെലൺ മോഡൽ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സ്ഫിയറിനെയും അതുപോലെ തന്നെ ഇലക്ട്രോണിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇനി നമുക്ക് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു.